ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC നെസ്റ്റ്. നമുക്കറിയാം SCERT പാഠഭാഗങ്ങൾ PSC പരീക്ഷകൾക്കായാലും കേട്ടറ്റ് പോലെയുള്ള പരീക്ഷകൾക്കായാലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷം 2, 4, 6, 8 ക്ലാസ്സുകളിലെയും 10ാം ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്കും മാറിയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം 2024 1, 3, 5, 7, 9 ക്ലാസ്സിലെ പാഠഭാഗങ്ങളും മാറിയ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് പുതിയ മാറിയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് ഇവിടെ ഉണ്ടാവുക. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠം ചോദ്യം ഉത്തരം ആ ഒരു രീതിയിലാണ് കാണാൻ പോകുന്നത്. പാഠഭാഗത്തിൽ നിന്ന് ചോദിക്കാവുന്ന എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണിത്. എന്നാൽ പാഠഭാഗത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. SCERT പാഠപുസ്തകങ്ങളുടെ ക്ലാസ് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോൻ്റെ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് ലഭിക്കണമെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം. 5ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 1 ആണ് നമ്മൾ നോക്കുന്നത്. പാഠത്തിൻ്റെ പേര് ഒറ്റയല്ലൊരു ജീവിയും. ആദ്യത്തെ ചോദ്യം, ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെ പറയുന്ന പേര്. ഉത്തരം ആഹാര ശൃംഖലാജാലം. നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെ പറയുന്ന പേര്. ഉത്തരം ആഹാര ശൃംഖലാജാലം. അടുത്ത ചോദ്യം, ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറുസസ്യങ്ങളെ വിളിക്കുന്ന പേര്. ഉത്തരം പ്ലവകങ്ങൾ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറുസസ്യങ്ങളെ വിളിക്കുന്ന പേര് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ. ഉത്തരം പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ പ്ലവകങ്ങൾ. ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽ പെടുന്ന ജീവി. ഉത്തരം കടുവ. ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽ ഉൾപ്പെടുന്ന ജീവി. ഉത്തരം കടുവ. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി കാണപ്പെടുന്ന മത്സ്യം. ഉത്തരം ആഫ്രിക്കൻ മുഷി. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി കാണപ്പെടുന്ന മത്സ്യം. ഉത്തരം ആഫ്രിക്കൻ മുഷി. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധത്തെ പറയുന്നത്. ഉത്തരം ആഹാര ശൃംഖല, ഫുഡ് ചെയിൻ. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധത്തെ പറയുന്നത്. ഉത്തരം ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ. സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? ഉത്തരം സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ജലം. സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കുന്നതിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? ഉത്തരം സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ജലം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഊർജ സ്രോതസ്. ഉത്തരം സൂര്യപ്രകാശം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഊർജ സ്രോതസ് സൂര്യപ്രകാശം. ഇലകളിൽ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്ന വർണ്ണകണം. വർണ്ണകം. ഇലകളിൽ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്ന വർണ്ണകം ഹരിതകം. ഇലകളിൽ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്ന വർണ്ണകം ഹരിതകം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം ഹരിതകം. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം. ഉത്തരം ഹരിതകം. ഇലകളിലെ ചുവപ്പ് നിറത്തിന് കാരണമായ വർണ്ണകം. ഉത്തരം ആന്തോസയാനിൻ. ഇലകളിലെ ചുവപ്പ് നിറത്തിന് കാരണമായ വർണ്ണകം ആന്തോസയാനിൻ. ഓറഞ്ച് നിറത്തിന് കാരണമായ ഇലകളിലെ വർണ്ണകം. ഉത്തരം കരോട്ടിൻ. ഓറഞ്ച് നിറത്തിന് കാരണമായ ഇലകളിലെ വർണ്ണകം. ഉത്തരം കരോട്ടിൻ. മഞ്ഞ നിറത്തിന് കാരണമായ ഇലകളിലെ വർണ്ണകം. ഉത്തരം സാന്തോഫിൽ. മഞ്ഞ നിറത്തിന് കാരണമായ ഇലകളിലെ വർണ്ണകം. ഉത്തരം സാന്തോഫിൽ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം. ഉത്തരം നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ. സസ്യങ്ങൾ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകം. ഉത്തരം ഓക്സിജൻ. സസ്യങ്ങൾ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ.
സസ്യങ്ങൾ ശ്വസനഫലമായി പുറത്തുവിടുന്ന വാതകം ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങൾ ശ്വസനഫലമായി പുറത്തുവിടുന്ന വാതകം ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ഇലകളിലെ ചെറു സുഷിരങ്ങൾ ഉത്തരം സ്റ്റൊമാറ്റ. അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ഇലകളിലെ ചെറു സുഷിരങ്ങൾ ഉത്തരം സ്റ്റൊമാറ്റ. വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ വിളിക്കുന്ന പേര് ഉത്തരം എപ്പിഫൈറ്റുകൾ. വാസസ്ഥലത്തിന് മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ വിളിക്കുന്ന പേര് എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം ഓർക്കിഡ്. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം ഓർക്കിഡ്. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ പറയുന്നത് അർദ്ധപരാദങ്ങൾ. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ പറയുന്നത് അർദ്ധപരാദങ്ങൾ. അർദ്ധപരാദങ്ങൾക്ക് ഉദാഹരണം ഉത്തരം ഇത്തിൽക്കണ്ണി. അർദ്ധപരാദങ്ങൾക്ക് ഉദാഹരണം ഉത്തരം ഇത്തിൽക്കണ്ണി. ആതിഥേയ സസ്യങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന സസ്യങ്ങളെ പറയുന്നത് പൂർണ്ണപരാദങ്ങൾ. ആതിഥേയ സസ്യങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന സസ്യങ്ങളെ പറയുന്നത് ഉത്തരം പൂർണ്ണപരാദങ്ങൾ. ഇത്രയും ചോദ്യങ്ങളാണ് ഒന്നാമത്തെ പാഠഭാഗത്തിൽ നിന്നും PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണാൻ പറ്റുന്നത്. പാഠഭാഗത്തിൻ്റെ വിശദീകരണത്തിനായും അടുത്ത അധ്യായങ്ങളുടെ ചോദ്യോത്തരങ്ങൾക്കായും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലുള്ള ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.